അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പരിശുദ്ധ റമളാനിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന 4 കാര്യങ്ങളുണ്ട്. 2 അള്ളാഹുവിന് വലിയ തൃപ്തിയാണ്. എന്നാൽ 2 അടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ അനിവാര്യമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. ആദ്യത്തേത് ഷഹാദത്ത് കലിമ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായ ഒരു സത്യവിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ ആണിക്കല്ലായ തൗഹീദ്. ആ തൗഹീദിൻ്റെ സുന്ദരമായ വചനം, അതിൻ്റെ ആശയവും അർത്ഥവും മനസ്സിലാക്കി അവൻ്റെ ഹൃദയത്തിൽ ഇറങ്ങിച്ചെല്ലുന്ന രൂപത്തിൽ റബ്ബായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ചൊല്ലുന്ന ആ ദിക്ർ, അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാനിൻ്റെ ശാഖകൾ 70-ലേറെയാണ്. അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാ അർത്ഥത്തിലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റെടുക്കേണ്ട, പ്രത്യേകം ഉച്ചരിക്കേണ്ട ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നടങ്ങുന്ന ഷഹാദത്ത് കലിമ. അതാണ് വിശുദ്ധ റമളാനിൻ്റെ രാപ്പകലുകളിൽ കൂടുതലായി അവൻ ചോദിക്കേണ്ടതും വർദ്ധിപ്പിക്കേണ്ടതും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തത് അസ്തഗ്ഫിറുല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളത് ഇസ്തിഗ്ഫാറാണ്. ഒരടിമ അവൻ്റെ ഉടമയോട്, യജമാനനോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ദിക്റാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. ആ ഇസ്തിഗ്ഫാർ കൂടുതൽ താല്പര്യത്തോടെ, കൂടുതൽ സന്തോഷത്തോടെ, കൂടുതൽ പ്രതീക്ഷയോടുകൂടി ഒരു തൗബ ചിന്തയിൽ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചാൽ തീർച്ചയായും അവൻ റബ്ബിൻ്റെ കോടതിയിൽ അംഗീകരിക്കപ്പെട്ടവനായി. ഇസ്തിഗ്ഫാർ പതിവാക്കുന്ന മനുഷ്യന് എല്ലാ വഴികളും അള്ളാഹു എളുപ്പമാക്കും എന്നത് ഹദീസിലൂടെ പഠിപ്പിക്കപ്പെടുന്ന ആശയമാണ്. അതുകൊണ്ട് വിശ്വാസിനികൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അതങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ ചേർത്തുകൊണ്ട് ഇനി അടിമ ഉടമയിലേക്ക് ഇത്തരം അദ്കാറുകളിലൂടെ അടുക്കുന്ന സമയത്ത് അവൻ ഏറ്റവും പ്രതീക്ഷാജനകമായി കിട്ടാനുള്ളത് സ്വർഗം കിട്ടലാണ്, നരകത്തിൽ നിന്ന് സലാമത്ത് ലഭിക്കലാണ്. അതാണ് തുടർന്ന് അവൻ ചോദിക്കുന്നത്, അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹു സ്വർഗം നൽകി നരകത്തിൽ നിന്ന് സലാമത്ത് നൽകി അവൻ്റെ അടിമകളെ പരിഗണിക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് പരിശുദ്ധമായ നിസ്കാരത്തിൻ്റെ വുളു എന്ന കർമ്മമാണ്. ആ വുളുയിലേക്ക് നമ്മൾ വരുമ്പോൾ, വുളു ഇല്ലാത്തവൻ, അവന് നിസ്കാരമില്ല എന്നാണ് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ സ്വലാത്ത ലിമൻ ലാ വുളു അലഹ്. വുളു ഇല്ലാത്തവന്, ശുദ്ധിയില്ലാത്തവന് നിസ്കാരമില്ല. ശുദ്ധിയില്ലാതെ നിസ്കരിക്കുന്നത് ഹറാമാണ്. വുളു ഇല്ലാതെ നിസ്കരിക്കുന്നത് ഹറാമാണ്. വുളു ഇല്ലാതെ ഒരാൾ നിസ്കരിച്ചാൽ അത് അള്ളാഹുവിനെ കളിയാക്കലാണ്. അത് ഒരിക്കലും അള്ളാഹു സ്വീകരിക്കുന്നതല്ല, അള്ളാഹു കബൂൽ ചെയ്യുന്നതല്ല. അതുകൊണ്ട് ശുദ്ധി നിർബന്ധമാണ്. അങ്ങനെ ശുദ്ധി നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ ആ വുളു എങ്ങനെ ചെയ്യണം, ഏത് രൂപത്തിലായിരിക്കണം എന്നത് കൃത്യമായി പഠിക്കുകയും അതനുസരിച്ച് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് വുളു സ്വഹീഹാകുന്നത്. വുളു ഇന്ന് ധാരാളം സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകളെല്ലാം പറഞ്ഞു പോകാൻ നമുക്ക് സമയമില്ല. വുളുവിൻ്റെ പ്രധാനപ്പെട്ട സുന്നത്തുകൾ: വുളു ചെയ്യുമ്പോൾ ഖിബ്ലക്ക് നേരെ മുന്നിടൽ പ്രത്യേകം സുന്നത്താണ്. അതുപോലെ തന്നെ വെള്ളം ശരീരത്തിലേക്ക് തെറിക്കാത്ത സ്ഥലത്ത് നിന്നുകൊണ്ട് വുളു എടുക്കൽ പ്രത്യേകം സുന്നത്താണ്. അതുപോലെ തന്നെ വുളു ചെയ്യുമ്പോൾ വുളുവിൻ്റെ മുന്നോടിയായി മിസ്വാക്ക് ചെയ്യൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. കൂടുതൽ സുന്നത്തുകളിലേക്ക് അങ്ങനെ കടക്കാതെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് തുടരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പഠിക്കാനും ഗ്രഹിക്കാനും പകർത്താനുമൊക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധ വുളുവിൻ്റെ ആദ്യത്തെ ഫർള് എന്ന് പറയുന്നത് നിയ്യത്താണ്.
നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി വുളുഇൻ്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നാണ് നിയ്യത്ത് കരുതേണ്ടത്. വേറെയും നിയ്യത്തുകളുണ്ട്. ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നും അതുപോലെ തന്നെ വുളുഇൻ്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നും അങ്ങനെ ധാരാളം നിയ്യത്തുകളുണ്ട്. ഏത് നിയ്യത്ത് ചെയ്താലും വുളുവുമായി ബന്ധപ്പെട്ട നിയ്യത്തുകൾ ചെയ്താലും അത് സാധ്യമാണ്. എന്നാൽ വുളുഇൽ നിയ്യത്ത് വെക്കണം എന്ന് പറയുമ്പോൾ ഈ നിയ്യത്ത് എപ്പോഴാണ് വെക്കേണ്ടത്? അത് മുഖം കഴുകുന്ന സമയത്താണ്. കാരണം മുഖം കഴുകുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ വുളുഇൽ സുന്നത്തുകളുണ്ടല്ലോ. വുളുഇൻ്റെ സുന്നത്ത് തുടങ്ങുന്നത് തന്നെ മുൻകൈ രണ്ടും കഴുകി പിന്നെ വായിൽ വെള്ളം കുപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷമാണ് മുഖത്തിലേക്ക് വരുന്നത്. അപ്പം മുഖം കഴുകുന്നതിൻ്റെ തൊട്ടു മുമ്പാണ് വുളുഇൻ്റെ നിയ്യത്ത് ചെയ്യേണ്ടത്. അല്ലാതെ മുൻകൈ കഴുകുമ്പോഴോ വായിൽ വെള്ളം കുപ്പിളിക്കുമ്പോഴൊക്കെ ഈ വുളുഇൻ്റെ നിയ്യത്ത് ചെയ്താൽ അവിടെ ചില പ്രതിസന്ധികൾ വിഷമങ്ങൾ വരാനിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്കത് പറയാം. ഏതായിരുന്നാലും വുളു ചെയ്യുന്നതിൻ്റെ സമയത്ത് മുഖം കഴുകാൻ അടുത്ത് നിൽക്കുന്ന വെള്ളവുമായി മുഖത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് മുഖത്ത് വെള്ളം തട്ടുന്നതിന് മുമ്പാണ് ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്ന നിയ്യത്ത് ചെയ്ത് വുളുഇൻ്റെ നിയ്യത്ത് ചെയ്യേണ്ടത്. അങ്ങനെ വുളുഇൻ്റെ നിയ്യത്ത് ചെയ്ത് മുഖം പൂർണ്ണ അർത്ഥത്തിൽ കഴുകണം. എങ്ങനെയാണ് മുഖം കഴുകേണ്ടത്? ഏത് രൂപത്തിലാണ് മുഖം കഴുകേണ്ടത്? മുഖത്തിൻ്റെ പരിധി എത്രയാണ്? മുഖത്തിൽ എന്തെല്ലാമാണ് കഴുകപ്പെടേണ്ട വസ്തുക്കൾ എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായി നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മളിൽ നിന്നത് ഖബൂൽ ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.